ചോറാവട്ടെ കഞ്ഞിയാവട്ടെ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണല്ലേ. അങ്ങനത്തെ ഒരു കിടിലൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന്. ഈ ചമ്മന്തി കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ? അങ്ങനത്തെ ഒരു ചമ്മന്തി. രണ്ടേ മെയിൻ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യം കാണുകയാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ ആദ്യം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഒരു പീസ് നമ്മുടെ കായമാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വലുപ്പത്തിലുള്ള കായം തന്നെ ഇട്ട് കൊടുക്കണം. കായം ഇല്ല എങ്കിൽ കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അത് അവസാനം ഇട്ടാൽ മതി. ഇപ്പോൾ കായം നമ്മൾ നന്നായി ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 4 മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുതിരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് മുതിരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. മുതിര ഇങ്ങനെ പൊട്ടിത്തുടങ്ങുന്ന സൗണ്ട് വരണം. അപ്പോഴാണ് ഇത് കുക്കായി എന്ന് നമുക്കറിയാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഓയിലിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതാ അപ്പോൾ ആയിട്ടുണ്ട് ഏകദേശമൊക്കെ. ഇനിയാണ് നമുക്കിതിലേക്ക് വേറൊരു സാധനം കൂടി ആഡ് ചെയ്യാനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് തേങ്ങ ചൂടാക്കുക മാത്രമേ വേണ്ടൂ. ഇത് ചമ്മന്തിയായി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ചമ്മന്തി പൊടിയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് തേങ്ങ നന്നായി വറുക്കണം. ഇതിപ്പോൾ ചമ്മന്തി ആയതുകൊണ്ട് വേഗം തന്നെ ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരുപാട് വറുത്തിട്ടില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി തേങ്ങ ഒന്ന് ചൂടായി ഒരു 1/2 പീസ് ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതേ നമുക്കതൊന്ന് ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഇതിനെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ആദ്യം. എന്നാലേ ആ മുതിരയൊക്കെ കറക്റ്റായിട്ട് പൊടിയുള്ളൂ. ഇതാവുന്ന ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതാദ്യം പൊടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുതിരയൊക്കെ കറക്റ്റായി അരയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നിങ്ങൾക്കൊക്കെ നല്ല എരിവ് വേണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ എരിവിടാം. ഇതാ റെഡായി വന്നിട്ടുണ്ട് നമ്മുടെ മുതിര ചമ്മന്തി. ഞങ്ങളുടെ നാട്ടിൽ മുതിരയ്ക്ക് പറയുന്ന പേരാണ് കൊള്ള എന്ന് പറയട്ടോ. നല്ല ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ കൊള്ള മുതിര എന്ന് പറയുന്നതൊക്കെ. അപ്പം ഇതാ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട്. ഇതും ചോറും കൂടി ഉണ്ടെങ്കിൽ, തൈരും ചോറും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.